ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ ആഴ്ച നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ്. 2011 നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ ഷെയർ ചെയ്ത ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയിൽ സ്ഥലം തേടിയിട്ടുള്ള യാത്രയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു തരാം. ആ പ്ലേസ് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഇടുക്കി റോഡ്, അതായത് കട്ടപ്പന കുമളി പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കീരിത്തോട് എന്നാണ്. അവിടെ മോഹൻലാലിൻ്റെ ഷേപ്പിലൊരു പാറയുണ്ട്. അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കണം. അതുവഴി നമുക്ക് ഇടുക്കിയിലെ മറ്റ് പ്ലേസുകളിലൂടെ കവർ ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ ഈ കല്ല് അറിയപ്പെടുന്ന കല്ലുമ്മേക്കല്ലെന്നാണ്. അപ്പം ഞാൻ അങ്ങോട്ട് കയറി പോകുന്നതിൻ്റെ ആ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് മോഹൻലാലിൻ്റെ ആ വ്യൂ വരുന്നത്. നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്കത് ആ പാറയുടെ അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ പോയിന്റ് പോയി കാണാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. നമുക്കൊരു ചെറിയൊരു സൈൻ ബോർഡ് അവർ കൊടുത്തിട്ടുണ്ട്. കല്ലുമ്മേക്കല്ല് ഇഞ്ചവാരക്കുത്ത്. അപ്പം നമുക്ക് കല്ലുമ്മേക്കല്ല് എന്നുള്ള ആ വരവിട്ടേക്ക് ആ വഴിക്ക് പോവാം. ഒരു നടവഴിയാണിത്. നമുക്ക് ഏതായാലും ആ വഴിക്ക് നടക്കാം. കല്ലുമ്മേക്കല്ല് അഥവാ ലാലേട്ടൻ പാറ എന്ന് പറഞ്ഞ് ഈ പാറയുടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. നല്ല അപകടം നിറഞ്ഞ സ്ഥലമാണ്. അതായത് മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുക്കലൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് പോകും. ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ലാതെ വലിയ കൊക്കയാണ്. അപ്പം വളരെയധികം സൂക്ഷിക്കണം ഇവിടെ വരുന്നവർ. ആ കല്ലിൻ്റെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം ഞാൻ അവിടം വരെ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതുപോലെ മുകളിലോട്ടും കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലേസാണ്. ഇതേ കാണുന്ന അതാണ് റോഡ്. അതായത് കട്ടപ്പന കുമളി റോഡാണ്. നേര്യമംഗലം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് പനംകുട്ടി വഴി വരാം. അതുപോലെ അടിമാലി കൂടിയിട്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ആ ഒരു വശത്ത് നിന്ന് ഈ കല്ല് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഫേസ്, അതായത് മോഹൻലാലിൻ്റെ ഫേസ് കട്ടാണ് വരുന്നത്. ഒരിക്കൽ ലാലേട്ടൻ 2011 ഫേസ്ബുക്കിൽ ലാലേട്ടൻ്റെ പേജ് വഴി ആ ഫോട്ടോസും ലാലേട്ടൻ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോസും ഷെയർ ചെയ്തായിരുന്നു. ആ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാം. കുറച്ചുകൂടെ ഇറങ്ങാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതിന് ഓരോ ദിശയിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ഷേപ്പാണ് ഈ പാറയ്ക്ക്. അതായത് ആ റോഡിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പം മോഹൻലാൽ ചെരിഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ്. എന്താ പറയുക, പ്രകൃതി തന്നെ ലാലേട്ടനെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പ്ലേസ്. വളരെ അപകടം നിറഞ്ഞ സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാം താഴെ പോകുന്നത് ഇടുക്കി ഡാമിൽ നിന്നും പെരിയാറിലേക്ക് പോകുന്ന ഇതാണ്. അപ്പോൾ ഡാമൊക്കെ തുറന്നു വിട്ട സമയത്ത് ഇതൊക്കെ കുത്തി ഒലിച്ചാണ് പോയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ വെള്ളം പോയതിൻ്റെ ഒരു ശക്തിയിലാണ് ഇത് കണ്ടില്ലേ, വെളുത്താണ് താഴെ കിടക്കുന്നത്. ഇത്രയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാറയ്ക്ക് മാത്രം ഒന്നും പറ്റിയിട്ടില്ല.
ഇതായിരുന്നു നമ്മുടെ ലാലേട്ടൻ പാറ. ഒരുപാട് വലിയ ഡെസ്റ്റിനേഷനോ ഒരുപാട് അവകാശങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ മൂന്നാർ പോലെയുള്ള വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ മുന്നിൽ അറിയപ്പെടാതെ പോകുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാവുന്ന പ്രതീക്ഷയോടുകൂടി ഈ കുഞ്ഞ് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ഡെസ്റ്റിനേഷനായിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാത്ത പ്രതീക്ഷയോടെ ബൈ.